പുറപ്പാട് പുസ്തകം 14 അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം. പുറപ്പാട് പുസ്തകം 14 അധ്യായം 15-ാമത്തെ വാക്യം. അപ്പോൾ യഹോവ മോശെയോട് അരുളിച്ചെയ്തത്, നീ എന്നോട് നിലവിളിക്കുന്നത് മുൻപോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പാടാം. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് വിടുവിക്കപ്പെട്ടു. ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് തുറന്നു വന്ന് അവരവരുടെ സ്വന്തം ദേശത്തേക്ക് യാത്ര ചെയ്യുകയാണ്. ആ യാത്രയുടെ മധ്യേ അവർക്ക് നേരിടേണ്ടി വന്ന പല പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിൽ കൊണ്ട് അവർ പുറകോട്ട് പോയാൽ എന്താ കുഴപ്പം? ഈ ബുദ്ധിമുട്ടുകളേക്കാൾ നല്ലത് മരുഭൂമിയിൽ കിടന്ന് ഈ പ്രയാസങ്ങൾ അനുഭവിക്കുന്നതിനേക്കാൾ നല്ലത് പുറകോട്ട് പോയി ഇസ്രായേലിൽ തന്നെ കഴിയുന്നതാണ് എന്ന് ചിന്തിക്കുകയും എന്ന് പറയുകയും മോശയുടെ നേരെ പരാതിപ്പെടുകയും കൂടി ചെയ്ത ചില രംഗങ്ങളാണ് നമ്മൾ ഇതിന് മുമ്പിലുള്ള വാക്യങ്ങളിൽ വായിക്കുന്നത്. അത് മാത്രമല്ല, ഈ പ്രത്യേക വാക്ക് യഹോവ മോശയോട് പറഞ്ഞ് അവരോട് പറയാനായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ അവരൊരു വലിയ പ്രതിസന്ധിയിലാണ് നിൽക്കുന്നത്. അവർ വിട്ടുപോകുമെങ്കിലും അവർ പോകുന്ന വിവരം ശരിക്കും മനസ്സിലാക്കി ഫറവോനും സൈന്യവും വീണ്ടും അവരെ ആക്രമിക്കാനായിട്ട് പുറകെ വരിക. അപ്പോൾ പുറകോട്ട് നോക്കിയാൽ ഫറവോനും സൈന്യവും ഉണ്ട്. ഓടി രക്ഷപ്പെടാമെന്ന് വെച്ചാൽ മുൻപിൽ ചെങ്കടൽ. ഇതിൻ്റെ രണ്ടിൻ്റെ നടുവിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിച്ചിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ്. ആ സമയത്താണ് മോശ ചെന്ന് ദൈവത്തോട് പറയുക, ദൈവത്തോട് നിലവിളിക്കുക, ഇവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പറയുക. അപ്പോൾ ദൈവം മോശയോട് പറഞ്ഞ വാക്കാണ്, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? മുമ്പോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറയാം. ഗോ ഫോർവേഡ്, ലെറ്റ് ഗോ ഹിയർ, മുൻപോട്ട് പോകുക. 2025 കഴിയുക. ഏതാനും ചില നിമിഷങ്ങളിലൂടെയുള്ളൂ. ഒരു പുതിയ വർഷത്തിലേക്ക് ദൈവം നമ്മളെ പ്രവേശിപ്പിക്കുന്നു എങ്കിൽ ദൈവത്തിന് ഇത് തന്നെയാണ് നമ്മളോട് പറയാനായിട്ടുള്ളത്. ഗോ ഫോർവേഡ്, മുൻപോട്ട് പോകുക. ഇത് ദൈവവചനത്തിലെ വളരെ ആവർത്തിച്ച് പറയുന്ന ഒരു ആലോചനയാണ്. മുമ്പോട്ട് പോവുക, അല്ലെ മുമ്പോട്ട് പോവുക എന്നുള്ളത് പല പ്രത്യേക സന്ദർഭങ്ങളിൽ വേറെ ചില വാക്കുകളിലൂടെയാണെങ്കിലും ഇതേ ആശയം ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവജനമായ ദൈവസഭയോടുള്ള ബന്ധത്തിലൊക്കെ ആവർത്തിച്ച് പറയുന്ന ഒരു പ്രയോഗമാണ്. അല്പം മുമ്പോട്ട് വരുമ്പോൾ നമുക്കറിയാം, ഒരു പ്രത്യേക സാഹചര്യത്തിൽ മരിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ച് ചൂരച്ചെടിയുള്ള തണലിൽ കിടന്ന് ഉറങ്ങുന്ന ഏരിയാവിലെ ഇരിക്കുന്ന ദൈവം അവർ വേണ്ട ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് അവരെ തട്ടി ഉണർത്തിട്ട് പറയുന്ന ഒരു വാക്കുണ്ട്. ഒരു പ്രാവശ്യം പറയുന്നത് പിന്നെ കിടന്നുറങ്ങി വീണ്ടും ഒന്ന് തട്ടി ഉണർത്തിട്ട് പറയുന്ന ഒരു വാക്കുണ്ട്, നീ ഇങ്ങനെ ഇവിടെ കിടക്കേണ്ടവരല്ല, നിനക്ക് ദൂരയാത്ര ചെയ്യാനുള്ളതാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇവിടെ കൊണ്ട് തീരാനുള്ളവനല്ല നീ മുൻപോട്ട് പോകേണ്ടവനാണ്. ഇതാണ് അവിടെയും ദൈവത്തിന്റെ ദൂതൻ ഏലിയാവിനോട് പറഞ്ഞത്. നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും ഇത് പൗലോസിന്റെ വാക്കുകളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പൗലോസ് തന്നെ അനുഭവ സാക്ഷ്യം പറയുമ്പോൾ ഫിലിപ്പിലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിനായി ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമോലിയുടെ വിരുദിനായി രാഖിലേക്ക് ഓടുന്നു. അപ്പൊ അവിടെ പൗലോസ് പറയുന്നത് മുൻപിലേക്ക് ഓടുന്നു, മുമ്പോട്ട് പോകുന്നു. അതാണ് എന്റെ ലക്ഷ്യം. എബ്രായലേഖനം 11-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളും അത് തന്നെയാണ് പറയുന്നത്. നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. അപ്പോൾ ഇന്ന് ഈ സന്ധ്യയിൽ ഒരു പുതു ദിവസത്തിലേക്ക് അല്ലെങ്കിൽ പുതുമാസത്തിലേക്ക് അല്ല, ഒരു പുതിയ വർഷത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഇത് ആവർത്തിച്ച് ദൈവജനത്തിലെ ആലോചന എനിക്ക് പറയാനായിട്ടുള്ളത് നാം മുൻപോട്ട് പോകാം. ദൈവം ഒരു വർഷം കൂടെ നമുക്ക് തരികയാണെങ്കിൽ, ഇവിടെ പലരും സാക്ഷ്യം പറയുമ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്, 2026 ദൈവം അനുവദിച്ച് തരണം എങ്കിൽ, അല്ലേ? പലരും ആവർത്തിച്ച് സാക്ഷ്യങ്ങൾ പറഞ്ഞതാ. 2026 എത്ര നാള് എത്ര മാസം നമുക്ക് തരുമെന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. എന്നാൽ 2026 വാതിൽക്കൽ വന്ന് നിൽക്കുമ്പോൾ നമുക്കിങ്ങനെ മനസ്സിലാക്കാം, 2026 കാണാൻ ദൈവം നമുക്ക് അനുവാദം തരികയാണ്. 2026 ദൈവം നമ്മെ പ്രവേശിപ്പിക്കാനായിട്ട് പോകുകയാണ്. ഈ സമയത്ത് ദൈവത്തിന് നമ്മളോട് പറയാനുള്ള വാക്യം തന്നെയാണ്, ഗോ ഫോർവേഡ്, നീ മുൻപോട്ട് പോകാം. എന്തിനാ മുൻപോട്ട് പോകേണ്ടത്? മുൻപോട്ട് പോയാൽ നമ്മെ കൊണ്ട് സാധിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അതൊക്കെ ഏരിയാവിനോടുള്ള ബന്ധത്തിലുണ്ട്, ഈ ദൈവജനത്തോടുള്ള ബന്ധത്തിലുണ്ട്, പൗലോസിന്റെ വാക്കുകളിലുണ്ട്. ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം ചേർത്താണ് എബ്രായലേഖനം 11-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് മുമ്പിൽ ഒരു ഓട്ടമുണ്ട്. നമുക്ക്
ഓടി തീർക്കാൻ പല കാര്യങ്ങളുമുണ്ട്. ആ ഓട്ടം എന്ന് പറയുന്നത് വെറും ജീവിതമല്ല, കേവലം ഒരു നടപ്പല്ല. അത് ഓട്ടമാണ് എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് ചെയ്തു തീർക്കാനുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് ദൈവജനത്തിന്റെ ഇടയിൽ ചെയ്യുന്ന കാര്യങ്ങളാകാം, ഒരുപക്ഷെ സുവിശേഷത്തോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളാകാം, ദൈവസഭയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാകാം. അലസരായിട്ടിരിക്കാതെ, മടിയന്മാരായിട്ടിരിക്കാതെ, ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുന്നവരായിട്ടിരിക്കാതെ മുന്നോട്ട് പോകാം. ഇനിയും വളരെ കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ തന്നെ പറയട്ടെ, നമ്മെ ഓരോരുത്തരെയും കൊണ്ടും ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി വളരെ കാര്യങ്ങൾ തിടുക്കത്തോടെ ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് 2026 പ്രവേശിക്കുമ്പോൾ ഈ വചനത്തിലൂടെ ദൈവത്തിനും നമ്മെ ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത്. കഴിഞ്ഞ നാളുകളിൽ ഒരുപക്ഷെ പലപ്പോഴും അലസരായിട്ട് ഒത്തിരി സമയത്തുണ്ടായിരിക്കാം. ഒരുപക്ഷെ നമ്മളെ കൊണ്ട് പറ്റാം എന്നിട്ടും ചെയ്യാതെ പോയ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. ഒരുപക്ഷെ നമുക്ക് ആഗ്രഹം ഉണ്ടായിട്ട് കഴിയാതെ പോയ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. ഇവിടെ പല സഹോദരന്മാരും ചെയ്യുന്ന കാര്യങ്ങൾ പലതും മഹത്വത്തിന് വേണ്ടി, ദൈവസഭയുടെ സന്തോഷത്തിന് വേണ്ടി അറിയിക്കുകയുണ്ടായി. എന്നാൽ തിരിച്ചു ഞാൻ ചോദിക്കട്ടെ, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റിയത് മുഴുവൻ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? നമ്മൾ ആഗ്രഹിച്ചതുപോലെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതൊരു പക്ഷേ വ്യക്തികളായിട്ടാകാം, കുടുംബമായിട്ടാകാം. ഞാൻ അതിലുപരി ഇങ്ങനെ പറയട്ടെ, സഭയായി നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയാമായിരുന്നു എന്നിട്ടും കഴിയാതെ പോയ എത്രയോ കാര്യങ്ങൾ പുറകോട്ട് നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അവിടെയാണ് ഈ വചനത്തിന് പ്രസക്തിയുള്ളത്. മുൻപോട്ട് പോകാം. ഇതാരാ പറയുന്നത് എന്നുള്ളതാണ് ആ വാചകത്തിന്റെ പ്രസക്തി. ഇസ്രായേൽ ജനത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു, ഇത് പറയാനുണ്ടായ പശ്ചാത്തലം, അവർ അടിമത്തത്തിൽ നിന്നൊക്കെ വിടുവിക്കപ്പെട്ട് പുറത്തു വന്നതാണ്. പക്ഷെ പുറത്തു വന്ന മരുഭൂമിയിലൂടെയാ യാത്ര. അതും ചിന്തിക്കണം. ഞാൻ സാന്ദർഭികമായിട്ട് ഓർമ്മിക്കാം, മരുഭൂമിയിലൂടെയാ യാത്ര. പക്ഷെ ആ മരുഭൂമി യാത്രയിലും അവർക്ക് പ്രശ്നങ്ങളാണ്. പുറയിൽ ഫറവോന്റെ സൈന്യം വരിക, മുമ്പിൽ ചെങ്കടൽ വരിക. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയട്ടെ, അവരവിടുന്ന് രക്ഷപ്പെട്ടെന്ന് കരുതി പുറത്തു വന്ന് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് വന്നപ്പോൾ പുറകോട്ട് നോക്കിയാൽ എന്താവുന്നത്? ഒത്തിരി പുറകോട്ട് നോക്കിയാൽ ഇസ്രായേലിലെ അടിമത്തമാകുന്നത്. എന്നാൽ തൊട്ട് പുറകിലോട്ട് നോക്കിയാൽ പിന്നെയും ഫറവോന്റെ സൈന്യമാണ് പുറകിൽ യുദ്ധവും ആയിട്ട് വന്നിരിക്കുക, ആക്രമിക്കാനായിട്ട് വന്നിരിക്കുക. എന്നാൽ ഓടി രക്ഷപ്പെടാമെന്ന് വെച്ചാൽ മുൻപോട്ട് നോക്കിയാൽ അതിനേക്കാൾ വലിയ പ്രശ്നമാണ്. ശരിയല്ലേ? നമ്മൾ പുറകോട്ട് നോക്കിയാൽ 25 ലക്ഷം പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വന്നു. ഫറവോന്റെ സൈന്യത്തെ കണ്ടു, പുറകിൽ അനേക പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ഇനി മുമ്പോട്ട് പോയാലോ ഏതായാലും പ്രശ്നങ്ങളൊക്കെ ഒഴിഞ്ഞു, എല്ലാ പ്രശ്നങ്ങളും തീർന്നു. ഇനി 2026 ഒരു പ്രശ്നവുമില്ലാത്ത ഒരു വർഷം പറയാനിരിക്കുന്ന ആർക്കെങ്കിലും വെച്ചു പോകും. ഇവിടെ നമുക്ക് ആർക്കെങ്കിലും വെച്ചു പോകും. ഈ പോട്ടെ, 2025 അതിനു മുമ്പോ നാം അനുഭവിച്ച പ്രശ്നങ്ങളെക്കാൾ കുറവായിരിക്കും ഇനിയും വരുന്ന വർഷം നേരിടേണ്ടി വരുന്നതെന്ന് അങ്ങനെയെങ്കിലും ഒന്ന് ആശ്വസിക്കാൻ ആർക്കും പറ്റത്തില്ല. ഞാനിങ്ങനെ തന്നെ പറയട്ടെ, ഇതുവരെ 2025 മാത്രം ഞാൻ എടുത്തു പറയുക, 2025 നാം ഏതെല്ലാം നിലകളിലുള്ള വൈഷമ്യങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ടോ, ഏതെല്ലാം പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടുണ്ടോ, ഒരു സംശയവുമില്ല അതിനേക്കാൾ ഗൗരവമേറിയ വിഷയങ്ങളായിരിക്കും 2026 നമുക്ക് നേരിടേണ്ടി വരുന്നത് ആയിരിക്കും. അതിലെ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നിട്ട് റോസോദൻ പറഞ്ഞല്ലോ, വടക്കേന്ത്യയുടെ പല ഭാഗങ്ങളിൽ ദൈവമക്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഈ ദിവസങ്ങളിൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുക. ഇത് കുറയുമെന്നാണ് കരുതുന്നത്. 2025 കുറയുമെന്നാണ് കരുതുന്നത്. ഇത് കൂടുകയുള്ളൂ. ഇങ്ങനെയുള്ള സകല പ്രശ്നങ്ങളും 2026 വരുമ്പോൾ കൂടുകയുള്ളൂ. എന്നിട്ടും ദൈവം പറയാണ്, നിങ്ങള് മുൻപോട്ട് പോകാം. ചെങ്കടൽ മുൻപിലുണ്ട്. എന്നിട്ടാ പറയുന്നത്, നിങ്ങൾ മുൻപോട്ട് പൊക്കോളാൻ. ഫറവോന്റെ സൈന്യം പുറകെ വരുമ്പോൾ നിങ്ങൾ പൊക്കോ, ഓടിക്കോ, ഓടി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മുൻപോട്ട് അതേ മരുഭൂമിയുടെ അനുഭവം തന്നെ ആണെങ്കിലും ഓടി രക്ഷപ്പെടാം. പക്ഷെ മുൻപോട്ട് നോക്കുമ്പോൾ ഓടാൻ പോലും പറ്റുന്നില്ല. പിന്നെ എന്താ മുമ്പിൽ കിടക്കുന്നത്? ചെങ്കടലിൽ. ഇതിനേക്കാൾ വലിയ പ്രശ്നം. എന്നിട്ടും പറയുക നിങ്ങൾ മുൻപോട്ട് പൊക്കോളാൻ. അതാരാ പറയുന്നത് എന്നുള്ളതാണ് അതിന്റെ പ്രസക്തി. ഇനി ആ പറയുന്ന ആള് ഇത് പറയുമ്പോൾ ആളിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. മനസ്സിൽ കരുതിക്കൊള്ളേണ്ട ഒരു 2-3 കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ ഓർമ്മിക്കാം. മുൻപോട്ട് പൊക്കോ എന്ന് പറഞ്ഞ് 25-ൽ 26-ലേക്ക് നമ്മെ തള്ളിവിടുമ്പോൾ നമ്മെ അങ്ങോട്ട് കടത്തുന്ന ദൈവത്തെ കുറിച്ച് നമ്മൾ മനസ്സിൽ കരുതേണ്ട ഒരു 3 കാര്യം ഈ സാഹചര്യത്തോട് ബന്ധപ്പെട്ട് മാത്രം ഞാനൊന്ന് ഓർമ്മിക്കാം. ഇത് ഇസ്രായേൽ ജനത്തോട് ബന്ധപ്പെട്ടാണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ സംഭവം അതിന്റെ 13-ാം അധ്യായം
മുതൽ വായിച്ചാൽ മനസ്സിലാക്കുന്നത് 13-ാം അധ്യായത്തിന്റെ 17-18 വാക്യങ്ങളിൽ ഞാൻ ആദ്യം ഒന്ന് വായിക്കാം. ഫറവോൻ ജനത്തെ വിട്ടയച്ച ശേഷം ഫിലിസ്തീന്റെ ദേശത്തുകൂടിയുള്ള വഴി അടുത്തവൻ എന്ന് വരികയും ജനം യുദ്ധം കാണുമ്പോൾ പക്ഷെ അനുദമിച്ച് മിസ്രയീമിലേക്ക് മടങ്ങി പോകുമെന്ന് വെച്ച് ദൈവം അവരെ അതിലേക്ക് കൊണ്ടുപോയില്ല. ചെങ്കടൽ അരികെയുള്ള മരുഭൂമിയിൽ കൂടി ദൈവം ജനത്തെ ചുറ്റി നടത്തി. അപ്പൊ ഈ മരുഭൂമിയുടെ അനുഭവത്തിലൂടെയും ചെങ്കടലിന്റെ അരികിലൂടെയും അവർ പോകേണ്ടി വന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അവർ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്, അവരെ ദൈവം അതിനെ നടത്തിയതാണ്. അപ്പൊ അവർക്ക് പോകാനുള്ള വഴി കാണിച്ചു കൊടുത്തത് ആരാ? ഇവര് സ്വയം പോകാണെങ്കിൽ അവർ പോകത്തില്ല. എന്തുകൊണ്ട് പോകത്തില്ല? നാം വായിച്ച വാക്യത്തിലുള്ള ഫിലിസ്തീനയുടെ ദേശത്തുകൂടിയുള്ള വഴി അടുത്തത് എന്ന് വരികിലും ജനം മരുഭൂമിയിലൂടെ പോകാൻ ദൈവം അവരെ അതിലെ പറഞ്ഞയച്ചു. ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു വന്ന് അവരുടെ സ്വന്തം ദേശത്തേക്ക് പോകാൻ അവർക്കൊരു ചോയ്സ് കൊടുത്തിരുന്നെങ്കിൽ അവരെതിരെ പോയേനെ. അവര് മരുഭൂമിയിലൂടെ പോകത്തില്ല, അവരെതിരെ പോയേനെ, എളുപ്പവഴി പോയേനെ. അപ്പോൾ അങ്ങനല്ലേ നമ്മൾ പുറത്ത് യാത്ര ചെയ്യുമ്പോൾ ദൂരം കൂടുതലുള്ള വഴി എടുക്കുമോ, ദൂരം കുറഞ്ഞ വഴി എടുക്കുമോ, അല്ല ബുദ്ധിമുട്ട് കൂടുതലുള്ള വഴി എടുക്കുമോ, ബുദ്ധിമുട്ട് കുറവുള്ള വഴി എടുക്കുമോ? എളുപ്പവഴി എടുക്കും, ബുദ്ധിമുട്ട് കുറവുള്ള വഴി എടുക്കും. ഇതാണ് നമ്മുടെ വഴി. അതുകൊണ്ട് ആ സദൃശവാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നുണ്ട്, മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നുന്ന വഴികൾ അവർക്ക് ചൊവ്വായി തോന്നും, അല്ലേ? മനുഷ്യരുടെ ഹൃദയത്തിൽ അവർക്ക് തോന്നുന്ന വഴി അവർക്ക് തോന്നുന്നത് അത് ചൊവ്വാകാം. എന്നാൽ അതേ സദൃശവാക്യത്തിൽ വേറൊരു വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളുടെ വഴികളിൽ എപ്പോഴും അവനെ വിളിച്ചുകൊള്ളുക, യഹോവയെ വിളിച്ചുകൊള്ളുക. അപ്പൊ സ്വന്തം വഴിയിലോ സ്വന്തം വിവേകത്തിലോ ഒന്നിയല്ല നാം ഏത് വഴിയെ പോകണമെന്നുള്ളത് തെരഞ്ഞെടുക്കേണ്ടത്. 25-26 പ്രവേശിക്കുമ്പോൾ ആ നിമിഷം മുതൽ മുൻപോട്ട് പോകാൻ നമ്മോട് പറഞ്ഞ ദൈവം ഒരു വഴി നമുക്ക് കാണിച്ചു തരും. ആ ഒരു പക്ഷേ ഫിലിസ്തീനയുടെ ദേശത്തു കൂടിയുള്ള എളുപ്പ വഴി കുറുക്കു വഴിയൊന്നും ആയിരിക്കത്തില്ല, അല്പം നീണ്ട വഴിയായിരിക്കും. അതൊരു പക്ഷെ മരുഭൂമിയുമായിരിക്കും. എന്നാൽ ആ വഴി ദൈവം കാണിച്ചു തരുന്ന വഴിയാണുള്ളത്. അത് നമ്മൾ മനസ്സിൽ കരുതിക്കൊണ്ടാൽ ആ വഴിയിലുള്ള യാത്രയിൽ വരുന്ന സകല പ്രശ്നങ്ങൾക്ക് നീക്കുമുക്ക് തരാൻ ആ ദൈവത്തിന് കഴിയും. 2026 എന്ന് പറയുന്ന പുതിയ വർഷത്തിൽ നേരിടാൻ പോകുന്ന, ഇന്ന് നമുക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പ്രതിസന്ധികളെ നേരിടേണ്ടി വന്നാലും നമ്മെ 2016 ആ മരുഭൂമിയിലൂടെ നടത്താനായിട്ട് അതിനെ ചുറ്റി നടത്താൻ വഴി കാണിച്ച് പറഞ്ഞിരുന്നു വിടുന്നത് ആര് തന്നെയാണ്? ദൈവം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ആ യാത്രയിൽ ആവശ്യമായ സകല സംരക്ഷണവും സുരക്ഷിതത്വവും തരുവാൻ കഴിയുന്നവനാണ് ആ ദൈവം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, 2025 ഒടുവിലത്തെ നിമിഷങ്ങൾ വരെ ശേഷിപ്പിച്ചു. ഈ നിമിഷം ഒന്നിച്ച് പറയുക, ഈ ദൈവം നിങ്ങൾ മുന്നോട്ട് പോകാം, ചുറ്റിക്കറങ്ങേണ്ടി വരും. എളുപ്പവഴിയൊന്നും നിങ്ങൾക്ക് തോന്നിയാൽ ഞാൻ അതിൽ നിങ്ങളെ വിടത്തില്ല. നീ എന്തുകൊണ്ട് എളുപ്പവഴിയെ വിടാഞ്ഞത്? അതിന് കാരണം കൂടെ പറയുന്നുണ്ട്. ആ കാരണം 17-ാം വാക്യത്തിൽ, 13-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ, ഫിലിസ്തീനയുടെ ദേശത്തു കൂടിയുള്ള വഴി അടുത്തതെന്ന് വരെയും ജനം യുദ്ധം കാണുമ്പോൾ അനുദമിച്ച് മിസ്രയീമിലേക്ക് മടങ്ങി പോകുമെന്ന് വെച്ച് ദൈവം അവരെ അതിനെ കൊണ്ടുപോയില്ല. എന്തുകൊണ്ടാണ് എളുപ്പവഴിയെ വിടാഞ്ഞത്? എളുപ്പവഴിയെ പോയാലുള്ളതാണ് അവർ ആക്രമിച്ചു. പക്ഷേ ദൈവത്തിന് അറിയാം, ആ പോണ വഴിയിൽ ഒരു ദേശമുണ്ട്. ആ ദേശത്തെ ജനം ഫിലിസ്തീനാണ്. അവർ കണ്ട യുദ്ധം ചെയ്യും. ആ യുദ്ധം കാണുമ്പോഴേ പുറകോട്ട് വരും. ഈ വഴിയെ പോയപ്പോൾ ഇവർക്ക് യുദ്ധം പേടി വന്നു. പക്ഷെ അത് പുറകെ വരുന്നത് സൈനിക്കും. മറ്റേതോ എളുപ്പവഴി നേടി ചെല്ലുമ്പോൾ ചെല്ലുന്നതേ യുദ്ധത്തിന്റെ മുമ്പില, ശത്രുവിന്റെ മുമ്പില. ഇത് കാണുമ്പോൾ തന്നെ അവർ പേടിച്ച് മടങ്ങി പോകും. പോകാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ എഴുതിയിരിക്കുക. ദൈവത്തിന് മനസ്സിലായി. എന്തുകൊണ്ടാണ് ചിലപ്പോൾ 26-ലും ചില മരുഭൂമിയിലെ അനുഭവങ്ങളിലൂടെ ദൈവം നമ്മെ കടത്തി വിടുന്നത് എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. പുറകോട്ട് പോകാതിരിക്കാൻ, വീണു പോകാതിരിക്കാൻ, നിരാശപ്പെട്ടു പോകാതിരിക്കാൻ, നമ്മുടെ ആത്മീയ ജീവിതം തടുത്തു പോകാതിരിക്കാൻ. ഒരു പക്ഷേ എളുപ്പ വഴികൾ ഉണ്ടെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ തോന്നുന്ന വഴികൾക്ക് വിരുദ്ധമായി അല്പം ചുറ്റേണ്ടി വന്നാലും, മരുഭൂമിയുടെ വഴികളിലൂടെ കടന്നുപോകേണ്ടി വന്നാലും, അവന് ഒരു കാര്യം നമുക്ക് ഉറപ്പുവരുത്തണം, ദൈവമാണ് അവരെ ആ വഴിയിലൂടെ നടത്തിവിടുന്നത്. എന്താ നമ്മള് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്ന ഒരു വാക്യമുണ്ട്, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് ആലോചന പറയുതെന്ന് വഴി നടത്തും. അല്ലേ? നമ്മളെ ഇതിനെ വിടണം എന്നുള്ളതിന്റെ ആലോചന തരുന്നത് ദൈവമാണ്. നമ്മുടെ മേൽ ദൃഷ്ടി വയ്ക്കുന്നത് ദൈവമാണ്. നമുക്ക് ആലോചന തരുന്നത് ദൈവമാണ്. അതുകൊണ്ട് മുമ്പോട്ട് പോകാൻ എന്ന് ദൈവം പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കാര്യം മനസ്സിലാക്കുക,
കയറുന്ന സ്ഥലത്ത് നിന്ന് മുൻപോട്ട് പോകേണ്ട സകല വഴികളും ആര് പറയുന്ന വഴികളിലൂടെ ആയിരിക്കണം നമ്മുടെ യാത്ര. സ്വന്തം വഴികളിലൂടെ ആയിരിക്കരുത്, സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ആയിരിക്കരുത്. സ്വന്തം ഇഷ്ടത്തിൽ ചില ഇടുപ്പ് വഴികൾ കണ്ടേക്കാം, ചില കുറുക്ക് വഴികൾ കണ്ടേക്കാം. അത് തേടി പോകരുത്. ദൈവം അനുവദിക്കുന്ന വഴി ചില ചുറ്റണ്ടി വന്നാൽ അത് മരുഭൂമിയാണെങ്കിൽ അത് അവിടെയാണ് ദൈവത്തിന്റെ സുരക്ഷിതത്വമുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം നമുക്ക് ബന്ധപ്പെട്ട് ഞാൻ ഓർപ്പിക്കട്ടെ. ഇങ്ങനെ ദൈവം പറഞ്ഞ മരുഭൂമിയുടെ വഴികളിലൂടെ അവർ യാത്ര ചെയ്യുക. ആ യാത്രയിൽ ദിവസങ്ങൾ കൂടുതൽ എടുക്കും, രാത്രി പകലുമൊക്കെ ഉണ്ട്, മരുഭൂമിയാണ്. ഇങ്ങനെ അവർ യാത്ര ചെയ്യുമ്പോൾ 13-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ നമ്മൾ എന്താ വായിക്കുന്നത് അറിയാമോ? അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിലും. അടുത്ത വാക്കാണ് ശ്രദ്ധിക്കുന്നത്. പകൽ മേഘസ്തംഭവും ഉണ്ട്, രാത്രി അഗ്നിസ്തംഭവും ഉണ്ട്. പക്ഷേ മേഘസ്തംഭവും അഗ്നിസ്തംഭവും ഉണ്ടെങ്കിലും അടുത്ത് വായിക്കുന്ന വാക്കെന്താണെന്ന് അറിയാമോ? പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. അപ്പൊ അവരുടെ മുമ്പിൽ മേഘസ്തംഭമാണോ പുറകിൽ അഗ്നിസ്തംഭമാണോ ഇതൊക്കെ അവർ കാണും. ഇതൊക്കെ ഉണ്ടെങ്കിലും അതിലൂടെ അവിടെ നമ്മൾ വായിക്കുന്നത് യഹോവ അവർക്ക് മുൻപായി പോയിക്കൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. മുൻപോട്ട് പോകുക എന്ന് പറഞ്ഞ് നമ്മളെ തള്ളി അടുത്ത വർഷത്തിലേക്ക് കീച്ചുവാണെങ്കിൽ ദൈവം ഒരു ഉറപ്പ് തന്നിരിക്കുക, മുമ്പിലാരുണ്ടായിരിക്കും. യഹോവ അവർക്ക് മുൻപായി പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ യഹോവ മുമ്പായിട്ട് പോകുന്നുണ്ടെങ്കിൽ പിന്നെ ഏത് ശത്രു അവിടെ ഉണ്ടെങ്കിൽ എന്താ, ഏത് ചെങ്കടൽ അവിടെ കിടന്നാൽ എന്താ, ഇവർക്ക് പേടിക്കേണ്ട കാര്യമുണ്ടോ? എന്തെല്ലാം പ്രശ്നങ്ങൾ 2026 നേരിടേണ്ടി വന്നാലും ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ? ആരാ മുമ്പിരിക്കുന്നത്? യഹോവയുടെ മുൻപിൽ. അതുകൊണ്ടാണ് ഇബ്രാഹിം 12-ാം അധ്യായത്തിൽ പിന്നെയും പറയുന്നത്, നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക എന്ന് പറഞ്ഞിട്ട് അതിന്റെ താഴോട്ട് വരുമ്പോൾ പറയുന്നത് എങ്ങോട്ടാണ് നോക്കേണ്ടത്? മുമ്പിൽ ഒരു ആളുണ്ട്, ആ ആളിനെ നോക്കുക. ആരാണ്? വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായ യേശുവിനെ നോക്കുക. മുൻപോട്ട് നോക്കാൻ ഒരാൾ മുമ്പിലുണ്ട്. ഈ ആ ആൾ മുമ്പിലുണ്ടെന്നുള്ളത് ചെയ്യുക. പക്ഷേ അവിടെ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തപ്പോൾ എന്നെ കുറെ കൂടി ചിന്തിപ്പിച്ച, കുറെ കൂടി ധൈര്യപ്പെടുത്തിയ ഒരു ആലോചന 14-ാം അധ്യായത്തിൽ 9-ാം വാക്യത്തിലുണ്ട്. അത് എന്താണെന്നറിയാമോ? 14-9 ഫറവോന്റെ എല്ലാ കുതിരയും രഥവും കുതിരപ്പടയും സൈന്യവുമായി മിസ്രയീമ്യർ അവരെ പിന്തുടർന്നു. കടൽക്കരയിൽ ബാൽസെഫോന് സമീപത്തുള്ള ഫീഹഹീരോത്തിനരികെ അവർ പാളയം ഇറങ്ങിയിരിക്കുമ്പോൾ അവരോട് അടുത്തു. ഫറവോൻ അടുത്തു വരുമ്പോൾ 14-19 അനന്തരം ഇസ്രായേലിന്റെ സൈന്യത്തിന് മുമ്പായി വരുന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പുറകിൽ പിന്നാലെ നടന്നു. യഹോവ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരിക്കുക. യഹോവ അവർക്ക് മുമ്പായി സകല തടസ്സങ്ങളും നീക്കി അവരെ വിജയകരമായി നടത്താൻ മുൻപോട്ട് നടക്കുമ്പോൾ ഇതാ ശത്രു പുറകിൽ പിന്നെ പ്രശ്നമായിട്ട് വരിക. പഴയ പ്രശ്നം തന്നെയാണ്. ഇല്ല, ഫറവോൻ സൈന്യം കുറേ വരിക. കുറേ വന്നപ്പോൾ ഇവർ പേടിച്ചില്ല. ഇവർ പേടിച്ച് ഭയപ്പെട്ടെന്നും നിലവിളിച്ചെന്നും ഒക്കെ അവിടെ പറയുന്നുണ്ട്. അവർ നിലവിളിച്ചെന്ന് മാത്രമല്ല, അവർ പറയുന്ന ചില വാക്കുകൾ അവിടെയുണ്ട്. അത് ഞാൻ പറഞ്ഞെന്ന് പോവുകയാണ്. അവര് പറയുക, മോശയുടെ എന്റെ ജീവിതം മിസ്രയീമിൽ അടിമവേല ചെയ്യുന്നതായിരുന്നു. ഈ മരുഭൂമിയിൽ കിടന്ന് ചാകുന്നതിൽ നല്ലത് മിസ്രയീമിലെ അടിമവേലയായിരുന്നു. അങ്ങ് പോകുന്നതായിരുന്നു നല്ലതെന്നൊക്കെ പറഞ്ഞു പരാതിപ്പെടുകയും നിർവഹിക്കുകയും ചെയ്തു. പക്ഷെ ഒരു കാര്യം ഞാൻ ഈ വേദഭാഗത്തോട് ഇങ്ങനെ എടുത്തു പറയട്ടെ. ഫറവോനും സൈന്യവും പുറകെ വന്നപ്പോൾ മുൻപിൽ നിന്ന യഹോവയുടെ ദൂതൻ എവിടെ വന്നു? മുൻപിൽ നിന്ന യഹോവയുടെ ദൂതൻ പുറകിൽ വന്ന് ഇവർക്ക് സംരക്ഷണം ഒരുക്കി. അപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം മുമ്പിലും പുറകിലും ഉണ്ട് ആ സൈന്യത്തോടുള്ള ബന്ധത്തിൽ. ഈ ഒരു കാര്യം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കട്ടെ. അല്പനിമിഷത്തിലൂടെ 14-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ ഈ ജനത്തോടുള്ള ബന്ധത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യം കൂടെ ഇങ്ങനെയാണ്. പുറകിൽ ഫറവോന്റെ സൈന്യം വരുന്നുണ്ട്, ഒരു യുദ്ധം ഉറപ്പാണ്. മരുഭൂമിയിൽ നിന്ന് എങ്ങോട്ട് പോകുമെന്നോർത്ത് ഭാരപ്പെട്ട് നിൽക്കുക. പുറകിൽ ഫറവോന്റെ സൈന്യം, മുമ്പിലോ ചെങ്കടൽ. ഈ സൈന്യത്തെ എങ്ങനെ നേരിടും? അവിടെയാണ് 14-ാം വാക്യത്തിന്റെ പ്രസക്തി. മോശമോടെ യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിക്കുകയും. അപ്പോൾ ദൈവം അവരെ വഴി നടത്തുന്നു എന്ന് മാത്രമല്ല, ദൈവം അവരുടെ മുൻപിലും പിന്നിലും ഉണ്ടെന്ന് മാത്രമല്ല, ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുമ്പോ ഇത്രയും കാര്യങ്ങൾ ദൈവത്തിന്റെ ഭാഗത്തുള്ള അനുകൂലമായിട്ട് നമുക്ക് അനുഭവിക്കാനായിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ദൈവം നമ്മളോട് പറയുക, മുമ്പോട്ട് പോകാതെ പേടിക്കണം, അധൈര്യപ്പെടണോ? ആ വാക്യത്തില് അതിന് തൊട്ട് മുമ്പ്
പുറപ്പാട് 14:13 പറഞ്ഞത്, അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. ഞാനിവിടെ വാക്യം അവസാനിപ്പിക്കട്ടെ. മോശയിലൂടെ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞ അതേ വാക്യം ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് പറയുക. മുന്നോട്ട് പോകാം. ആത്മീയ ജീവിതത്തോടുള്ള ബന്ധത്തിലും കേവലം 25 എന്നുള്ള ഈ ദിവസം വർഷം കഴിഞ്ഞ് 26 പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുന്ന കാര്യം മാത്രമല്ല, മുൻപോട്ടുള്ള നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ യാത്രയിലും നമുക്ക് നൽകുന്ന ശക്തമായ ഒരു പ്രബോധനമാണ്. നിങ്ങൾ മടിയരായിട്ടിരിക്കരുത്, അലസരായിട്ടിരിക്കരുത്, അവൻ ക്ഷീണിച്ചിരിക്കരുത്. ഏലിയാവോട് പറയുന്നതുപോലെ ഇനി ഒരു യാത്ര ചെയ്യാനുണ്ട്, അതുകൊണ്ട് മുമ്പോട്ട് പോകാം എന്നാരാ പറയുന്നത്? നമ്മെ വഴി കാണിച്ച് നടത്തുന്ന അതേ ദൈവം, നമ്മുടെ മുമ്പിലും നമുക്ക് സംരക്ഷണവും കാവലും നിൽക്കുന്ന അതേ ദൈവം, നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന അതേ ദൈവം. എനിക്കത് പറയാൻ അവസാനിപ്പിക്കട്ടെ. നമുക്ക് വഴി പറഞ്ഞു നിന്ന് നമ്മെ നടത്തുന്ന തന്റെ വാക്കുകൾ നമ്മോട് കൂടെ, മുമ്പിലും പുറകിലും തന്റെ സാന്നിധ്യം കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യവും കരുതലും നമ്മോട് കൂടെയുണ്ട്. നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവത്തിന്റെ വലം കരം നമ്മോട് കൂടെയുണ്ട്. ആ ദൈവമാണ് പറയുന്നത് മുമ്പോട്ട് പോകാം. മിസ്രയീമിൽ നിന്ന് വിടിവിക്കപ്പെട്ട ജനത്തെ മുമ്പോട്ട് നടത്തുന്ന ചുമതല ദൈവത്തിനുള്ളതാണ്. അവരെ പുറത്ത് കൊണ്ടുവന്നെങ്കിൽ, ഒരു പുതിയ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നെങ്കിൽ, അവരെ മുമ്പോട്ട് നടത്തേണ്ട ഉത്തരവാദിത്വം ദൈവത്തിനുള്ളതാണ്. അത് ദൈവം ഏറ്റെടുത്തു. ഇസ്രായേൽ മക്കൾക്ക് പറ്റിയ ഒരു പരാജയം ഇവിടെ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കട്ടെ. ദൈവം ഇത്രയും ഉറപ്പ് കൊടുത്ത് അവരെ മുമ്പോട്ട് പറഞ്ഞു വിടുമ്പോൾ അവരെ മരുഭൂമിയിൽ പുറകോട്ട് നോക്കി ഫറവോന്റെ സൈന്യത്തെയും മുൻപോട്ട് നോക്കി ചെങ്കടലിനെയും കണ്ട് ഭയപ്പെട്ടിട്ട് ദൈവസന്നിധിയിൽ നിലവിളിച്ചത് മാത്രമല്ല, അവർ പരാജയപ്പെടുകയും ചെയ്തു. പക്ഷെ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത അനുഭവം അവിടെ പ്രവർത്തിച്ച ദൈവം പോലെ മുൻപോട്ട് നടത്തിയത്. പുറകോട്ട് ഒരു പക്ഷേ യുദ്ധം ചെയ്യാൻ ദൈവം യുദ്ധം ചെയ്തു, യുദ്ധം ഇങ്ങനെ ചെയ്താൽ ഒരു പക്ഷേ ജയിച്ചെന്ന് വരാം. പക്ഷെ മുമ്പിൽ കിടക്കുന്ന ഇതിനേക്കാൾ വലിയ പ്രശ്നമാണ്. അത് ദൈവം പ്രവർത്തിച്ചല്ലാതെ അതിനൊരു നീക്കുപോക്കില്ല എന്നുള്ളത് അവിടെ തെളിയിക്കപ്പെട്ടതാണ്. മുമ്പിലെ ചെങ്കടലിൽ മത്സരമായി രണ്ടായി വഴിമാറി കൊടുത്തുകൊണ്ട് ഇവരെ അതിലൂടെ അക്കരെ കിടത്തി പുറകെ വന്ന സൈന്യത്തെ ആദ്യം ഉള്ളിൽ നശിപ്പിച്ച് ഇവർക്ക് അത്ഭുതകരമായി വിടുതൽ കൊടുത്ത് ചെങ്കടലിന് അക്കരെ പുതിയൊരു അനുഭവത്തിലേക്ക്, പുതിയൊരു വർഷത്തിലേക്ക്, പുതിയൊരു ദേശത്തേക്ക് അവരെ നടത്തിയ ദൈവമാണ്. ഈ ഒടുവിൽ നിന്ന് നമ്മെ മുമ്പോട്ട് പോകാൻ എന്ന് പറയുക, പുതുവർഷത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ആ ദൈവത്തിൽ നമുക്ക് പൂർണ്ണമായി ആശ്രയിച്ചിട്ടുണ്ട്. മുൻപോട്ടുള്ള സകല പ്രശ്നങ്ങളിലും ഈ ദൈവം കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പോടുകൂടി 26ലേക്ക് പ്രവേശിക്കാം. ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം, ആ ദൈവത്തെ നമുക്ക് മുറുകെ പിടിക്കാം, ആ ദൈവത്തിന് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം. ദൈവം വാഴ്ത്തപ്പെടുന്നു.